കോട്ടയത്ത് സീറ്റ് നിഷേധിച്ച തീരുമാനം തിരുത്തുമെന്ന് ജോസഫിന് പ്രതീക്ഷയുണ്ടെങ്കിലും പ്രചാരണത്തിനിറങ്ങാൻ തോമസ് ചാഴിക്കാടന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കെ.എം. മാണി. ജോസഫ് ഇത്രയേറെ കടുപ്പിച്ചിട്ടും മയപ്പെടാത്ത മാണിയുടെ ഉള്ളിൽ ജോസഫും കൂട്ടരും പോകുന്നുവെങ്കിൽ പോകട്ടെ എന്ന ചിന്തയാണ്. ചോദിച്ച സീറ്റ് കിട്ടാതെ പിന്നെയും വഴങ്ങിയും ഒതുങ്ങിയും നിൽക്കാൻ ഇനി ജോസഫിന് കഴിയുമോ? തനിക്കും മകനും ലഭിക്കേണ്ട അധികാര കസേരകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത മാണിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് എങ്ങനെ കഴിയും? മാണി കോൺഗ്രസ് വീണ്ടും പിളരുകയാണോ? അങ്ങനെയെങ്കിൽ അതിൻ്റെ ഭാവി എന്ത്? ഈ വിഷയങ്ങൾ പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന്. നമ്മോടൊപ്പം ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ്, ശ്രീ കെ ജെ ദേവസ്യ, കേരള കോൺഗ്രസ് മാണി വിഭാഗം, ശ്രീ വി.സി. ചാണ്ടി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന്, ഒപ്പം ശ്രീ ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി, ശ്രീ ജോർജ് പൊടിപാറ മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവരാണ് ഈ ചർച്ചയിലുള്ളത്. ഈ ചർച്ചയിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് ശ്രീ ജോസഫ് വാഴക്കൻ, പി ജെ ജോസഫ് ഇക്കാര്യത്തിൽ വളരെ അഡ്മൻ്റായ നിലപാട് സ്വീകരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. തിരുത്തുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും അവസാനം അല്പം മുൻപ് മാണിയും ചാഴികാടനും കൂടി മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹത്തിന് പരിപൂർണമായ വിജയാശംസ നേരുകയും ചെയ്തു എല്ലാവർക്കും മുൻപിൽ വെച്ച്. അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല, മാധ്യമങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നാണ് ഇന്ന് കെ.എം. മാണി പറഞ്ഞത്. അപ്പോൾ ചാഴികാടൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ മാണിക്ക് ഒരു സംശയവുമില്ല, അതിലെന്തെങ്കിലും ഒരു തുടർ ചർച്ചയുടെ സാധ്യത അദ്ദേഹം കാണുന്നുമില്ല. നിങ്ങൾക്കതെങ്ങനെയാണ് ഇനി പരിഹരിക്കാൻ കഴിയുക? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ദോഷമില്ലാത്ത രീതിയിൽ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അത് പരിഹരിക്കാനുള്ള മാർഗം ആ പാർട്ടി തന്നെ കാണേണ്ടതാണ്. അത് കാണാൻ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം UDFിൻ്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിരിക്കും. ഈ കാര്യത്തിൽ ഇന്നിപ്പോൾ റോയ് കെ പൗലോസ് അദ്ദേഹത്തെ കണ്ടതിന് ശേഷം, അതായത് ജോസഫിനെ കണ്ട ശേഷം പറഞ്ഞത് അദ്ദേഹം ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് UDFിൻ്റെ, അതിന് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്നതാണ് കോൺഗ്രസിൻ്റെ നിലപാടായി അദ്ദേഹം പറഞ്ഞത്. ജോസഫിൻ്റെ ശക്തനായ നേതാവിന് ഉചിതമായ തീരുമാനമുണ്ടാവുക എന്ന് വെച്ചാൽ ജോസഫിന് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതാണ്, അതിനുവേണ്ടിയാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പരിഹാരമായിരിക്കുമോ UDFിൽ ഉണ്ടാവുക? എന്താണ് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അക്കാര്യത്തിൽ? അക്കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ശക്തനായ ഒരു നേതാവാണ്, വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. അക്കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. കേരള കോൺഗ്രസിനകത്ത് അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവാണ്. കേരളത്തിലെ UDFിലും അതെ. അദ്ദേഹത്തിന് കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെയോ UDFിലെ ഇതര കക്ഷികളുടെയോ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നൽകാൻ UDFും കോൺഗ്രസും ഒക്കെ തയ്യാറാണ്. ഈ കാര്യത്തിൽ UDFിന് ദോഷമുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജോസഫ് വാഴക്കൻ, അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്, അവർ പരിഹരിക്കുമെന്ന് നിങ്ങൾ നിരന്തരമായി പറയുമ്പോഴും മാണി അതിനകത്തൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം അതിനകത്ത് പ്രശ്നമില്ല. അതിൽ പ്രശ്നം ഉന്നയിക്കുന്നത് ജോസഫ് മാത്രമാണ്. ജോസഫിൻ്റെ പ്രശ്നം ജോസഫ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. മാണി പക്ഷേ ചാഴികാടനെ തീരുമാനിക്കുന്നു, ചാഴികാടനോട് പ്രചാരണത്തിനിറങ്ങാൻ പറയുന്നു, മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ആശംസ നേരുന്നു. വല്ല പ്രശ്നവും, ചർച്ച ചെയ്യപ്പെടേണ്ട വല്ല പ്രശ്നവും അതിനകത്തുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പ്രശ്നവുമില്ല എന്നാണ് കെ.എം. മാണി പറയുന്നത്. അതായത് ആ പാർട്ടിയുടെ നേതൃത്വം ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. വിയോജിപ്പുമായി ജോസഫ് ഇപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പാർട്ടി അത് പരിഹരിച്ചോളുമെന്ന് നിങ്ങൾ ആത്മവിശ്വാസം കൊള്ളുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് ശ്രീ ജോസഫ് വാഴക്കൻ? ആ പാർട്ടിയുടെ നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, മാറ്റാൻ ഉദ്ദേശമില്ലാത്ത ഒന്ന്. ഇനി ഇടപെടണമെങ്കിൽ നിങ്ങൾ ഇടപെടണം. അല്ല, ആ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ട് എന്ന് വളരെ കൃത്യമായി രണ്ട് നേതാക്കന്മാരും വെവ്വേറെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങളോടെ പുറത്തായിട്ടുള്ളതാണ്. അത് അവർ തന്നെ പരിഹരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. അത് പരിഹരിക്കാൻ കഴിയുന്നില്ലാത്ത ഒരവസ്ഥയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ UDF കക്ഷികൾ, UDFിലൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ UDF കക്ഷികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും തങ്ങളുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അതായിരിക്കുമല്ലോ. ഒറ്റ കാര്യം കൂടി ശ്രീ ജോസഫ് വാഴക്കൻ, നാളെ തിരുവനന്തപുരത്ത് പി ജെ ജോസഫുമായി കൂടിക്കാഴ്ചയുണ്ട് കോൺഗ്രസ് നേതാക്കളെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ കാര്യത്തിലുള്ള സമീപനം? ജോസഫിനോട് കൂടി നിങ്ങൾ പറയുമോ ഒരു സമവായത്തിൻ്റെ പാത സ്വീകരിക്കണം? കാരണം നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്, കൂടുതൽ കാര്യങ്ങളെ സങ്കീർണമാക്കരുത്, താങ്കൾ കൂടിയൊന്ന് വഴങ്ങണം എന്നൊരു അഭ്യർത്ഥന ജോസഫിനോടും മുന്നോട്ട് വയ്ക്കുമോ നിങ്ങൾ?
അല്ല, ഞങ്ങൾ എപ്പോഴും സമവായത്തിൻ്റെ മാർഗമേ തേടുകയുള്ളല്ലോ. പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉണ്ടാവരുത് എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് UDF-ലെ എല്ലാ കക്ഷികളുടെയും ആഗ്രഹമാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിനനുസരിച്ച് രണ്ടു കൂട്ടരും, അത് KM മാണിയും ജോസഫും, രണ്ടു കൂട്ടരും ആ ആഗ്രഹത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ഞാൻ വരാം. ശ്രീ KJ ദേവസ്യ, ജോസഫ് ഗ്രൂപ്പ് ഈ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയാണല്ലോ. എന്താണ് നിങ്ങൾ അതിനെ കാണുന്നത്? അതൊരു ഗുരുതര പ്രശ്നമായി കാണുന്നതേ ഇല്ലേ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ യോഗങ്ങൾ ചേർന്ന് പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകരെ, നേതാക്കളെ, അവരെല്ലാവരെയും വിളിച്ച് ആശയവിനിമയം നടത്തി. തികച്ചും ജനാധിപത്യപരമായ രൂപത്തിലാണ് ശ്രീ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചത്. ഇക്കാര്യത്തിൽ ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. അദ്ദേഹം പ്രചരണ രംഗത്ത് വന്നു കഴിഞ്ഞു. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും. PJ ജോസഫ് ഉൾപ്പെടെയുള്ള വേദിയിലാണ് പാർട്ടി ചെയർമാനെ അധികാരപ്പെടുത്തിയത്. അദ്ദേഹത്തിന് അതിനെതിരായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ പക്ഷേ ജോസഫിന് ചില വിയോജിപ്പുകളുണ്ട്. ചുമതലപ്പെടുത്തിയെങ്കിൽ കൂടി ശരിയായ മാർഗത്തിലൂടെ അല്ല ഇത് തീരുമാനിക്കപ്പെട്ടത് എന്നാണ്. ഒന്നിന്ന് മോൻസ് പറഞ്ഞത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ആളുകളും ജോസഫ് മത്സരിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ്. ഇപ്പോൾ അതിനെ ഈ മണ്ഡലത്തിന് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ വരാൻ പാടില്ല എന്ന ന്യായമാണ് KM മാണി പറയുന്നത്. അത് ഈ പാർട്ടിക്കകത്ത് നടപ്പിലാകാത്ത ഒന്നാണ്. റോഷി അഗസ്റ്റിൻ്റെ അടക്കമുള്ള കാര്യം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറയുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു, ജോസഫിൻ്റെ വിയോജിപ്പിന് അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യേക ഗൗരവ സ്വഭാവവും ഇല്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു ചർച്ചയുടെയും ആവശ്യം ഇനിയില്ല എന്ന്. അല്ല, ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം ശ്രീ PJ ജോസഫ് അടക്കം ഇരുന്ന് എടുത്ത തീരുമാനമാണ് പാർട്ടി ചെയർമാന് വിട്ടുകൊടുത്തത്. പാർട്ടി ചെയർമാൻ തികച്ചും ജനാധിപത്യപരമായി ആശയവിനിമയം നടത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രശ്നം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തന്നെ 6 MLA-മാർ മാത്രമാണ് പാർട്ടിക്കുള്ളത്. ഈ 6 MLA-മാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി അവിടെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടുള്ളതാണ്. 6 MLA-മാരിൽ PJ ജോസഫ് ഉൾപ്പെടുമല്ലോ. കോട്ടയത്ത് വന്നപ്പോൾ കോട്ടയം ജില്ലയിലുള്ള പാർലമെൻ്ററി മണ്ഡലത്തിൽപ്പെട്ട ആളുകൾ പൂർണ്ണമായിട്ടും തോമസ് ചാഴികാടൻ്റെ പേരല്ല പറഞ്ഞത്. തോമസ് ചാഴികാടൻ എന്നുള്ള നിലയിലല്ല, അവിടെയുള്ള നേതാക്കന്മാരിൽ 3-4 പേര് പരിഗണിച്ചിരുന്നു. അതിലേറ്റവും ഉചിതമായ കാൻഡിഡേറ്റ് ശ്രീ തോമസ് ചാഴികാടനാണ്. ആ നിലയിൽ പരിഗണിച്ചു തോമസ് ചാഴികാടൻ്റെ പേര്. ഓക്കെ, അതാണ് ആ കാര്യത്തിലുള്ള നിങ്ങളുടെ മറുപടി. BC ചാണ്ടി, ഇവിടെ നിങ്ങളിപ്പോൾ വലിയ വിയോജിപ്പ് ഉന്നയിച്ചുവല്ലോ. ഇന്നിപ്പോൾ ഏറ്റവും അവസാനം KM മാണി തോമസ് ചാഴികാടനുമായി പുറത്തേക്കിറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു, വലിയ വിജയം ഞങ്ങൾ നേടും എന്ന് അദ്ദേഹം പറഞ്ഞു. പോരാത്തതിന് ഈ പാർട്ടിയിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്നും മാധ്യമങ്ങൾ വേണ്ടാത്തത് പറയണ്ട എന്നുമാണ് ഇന്ന് KM മാണി പറഞ്ഞത്. അതായത് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തെ ഒരു പ്രധാന പ്രശ്നമായി മാണി കാണുന്നതേയില്ല, തീരുമാനമെടുത്തു, ചാഴികാടനുമായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ തിരുത്തുമെന്ന ശുഭപ്രതീക്ഷയൊക്കെ ജോസഫ് എന്തിനാണ് ഇപ്പോഴും വെച്ചുകൊണ്ട് നടക്കുന്നത്? അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ആന്റണി രാജു, എന്താണ് താങ്കൾ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഭാവി കാണുന്നത്? അവിടെ ജോസഫ് ഗ്രൂപ്പ് വളരെ വലിയൊരു പ്രഷർ ചെലുത്തുന്നുണ്ട്. കോൺഗ്രസിനാണെങ്കിൽ ഇത് പരിഹരിച്ചു പോകണമെന്ന ഒരു ആഗ്രഹവുമുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോഴും അതുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? ഏതെങ്കിലും തരത്തിലുള്ള ഫോർമുലകളുടെ സാധ്യത അവശേഷിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചെങ്കിൽ മാത്രമേ ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം PJ ജോസഫ് സാറ് ഉന്നയിച്ചത് 3 സീറ്റുകളിൽ ഏതിലെങ്കിലും ഒന്നിൽ മത്സരിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നാണ്. കോട്ടയം, ചാലക്കുടി, ഇടുക്കി. അതിലിപ്പോൾ കോട്ടയം സ്വാഭാവികമായിട്ടും ഒരു സീറ്റ് എന്നുള്ള നിലയ്ക്ക് പഴയ മാണി ഗ്രൂപ്പ്, ജോസഫ് ഗ്രൂപ്പ് ഇല്ലായിരുന്നപ്പോൾ തന്നെ മാണി ഗ്രൂപ്പിനുണ്ടായിരുന്ന ഒരു സീറ്റാണ്. അതിൽ സ്വാഭാവികമായിട്ടും അവരെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതിൽ നമുക്കെതിര് പറയാൻ കഴിയില്ല. പക്ഷേ ഇടുക്കി, ചാലക്കുടി സീറ്റുകൾ കോൺഗ്രസ് പരാജയപ്പെട്ട സീറ്റുകളാണ്. PJ ജോസഫ് സാറിനെ കുറെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാനാണ് കോൺഗ്രസും UDF-ഉം ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലൊരു സീറ്റ് കൊടുത്തുകൊണ്ട് PJ ജോസഫ് സാറിനെ കൂടെ, ആ ജോസഫ് വിഭാഗത്തെ കൂടെ ഈ മുന്നണിയിൽ നിർത്താൻ കോൺഗ്രസ് തയ്യാറായെങ്കിൽ മാത്രമേ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് സാധ്യതയുള്ളൂ. മറ്റൊരു സാധ്യത, ഈ PJ ജോസഫ് സാറ് ഈ 2 സീറ്റ് എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ പാർലമെൻറ്റ് സീറ്റ് എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ടയുണ്ട്. കാരണം ജോസ് കെ മാണിയെ പാർട്ടി ചെയർമാനായി അവരോധിക്കുവാനുള്ള മാണി ഗ്രൂപ്പിൻ്റെ നീക്കത്തെ ജോസഫ് സാറും കൂട്ടരും മനസ്സിലാക്കി.
ആ പാർട്ടിയിൽ ജോസ് കെ മാണി ചെയർമാനായിട്ടുള്ളൊരു പാർട്ടിയിൽ തുടരാൻ പി ജെ ജോസഫ് സാറും കൂട്ടരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പിളർന്ന് മറ്റൊരു കക്ഷിയായി UDF-ൽ തുടരണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരുമായി പങ്കുവച്ചിരുന്നു. ആ പങ്കുവയ്ക്കലിനെ തുടർന്ന് I ഗ്രൂപ്പിലെ പ്രമുഖനായ ഒരു നേതാവും A ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവിൻ്റെ വിശ്വസ്തനായ ഒരു നേതാവ്, ഒരു MLA-യും പി ജെ ജോസഫ് സാറിന് വാക്ക് കൊടുത്തിരുന്നു. അതായത് സീറ്റില്ല എങ്കിൽ ഒരു ഘടകകക്ഷിയായി ജോസഫ് വിഭാഗത്തെ മറ്റൊരു ഘടകകക്ഷിയായി UDF-നകത്ത് തന്നെ തുടരാൻ ഉള്ള സാഹചര്യം ഒരുക്കാമെന്ന് ഒരു വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പി ജെ ജോസഫ് സാർ ഇന്നലെ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരുമായി നാളെ സംസാരിച്ചതിന് ശേഷം എൻ്റെ നിലപാട് വ്യക്തമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ ഇല്ലെന്ന് അദ്ദേഹത്തിന് അറിയണം. ഈ രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് UDF-ൽ തന്നെ മറ്റൊരു ഘടകകക്ഷിയായി ജോസഫ് വിഭാഗത്തെ നിലനിർത്താൻ കോൺഗ്രസ് തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് വന്നിരിക്കുന്നൊരു ബുദ്ധിമുട്ട്, മാണി വിഭാഗം അതിനോട് യോജിക്കുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തി അതിലുള്ള ഒരു വിഭാഗത്തെ ഘടകകക്ഷിയായി ഈ മുന്നണിയിൽ നിർത്താൻ മാണി അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു മുന്നണിയിൽ തുടരാൻ അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ നിലപാട് മാണി വിഭാഗം കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിനെ മറ്റൊരു ഘടകകക്ഷിയായി നിലനിർത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഒന്നാം പ്രതി. കാരണം കോൺഗ്രസ് ആണ് പി ജോസഫ് സാറിനെ പ്രോത്സാഹിപ്പിച്ചത്, സീറ്റെന്നുള്ള ആവശ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിന് തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം. കോൺഗ്രസ് ആണ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. കോൺഗ്രസിന്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്തെന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. വി ചാണ്ടി, നിങ്ങളുടെ ഇനിയുള്ള നിലപാട് എന്താണ്? ഏറ്റവും അവസാനം അല്പസമയം മുൻപ് മാണി ഈ കാര്യത്തിൽ തോമസ് ചാഴികാടൻ തന്നെ ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചു. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തു. നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ വിയോജിപ്പ് പരിഗണിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു മാണി പറയുകയാണ്. ഒരർത്ഥത്തിൽ ഇന്നത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഒരു പ്രകോപനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഇനി എന്ത് സമവായ സാധ്യത തേടിയാണ് അവിടെ നിൽക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-ാം തീയതി കോട്ടയത്ത് വെച്ച് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയും അതിനുശേഷം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയും കൂടുകയുണ്ടായി. കോട്ടയം സീറ്റിനെ സംബന്ധിച്ച് ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് യോഗങ്ങളും നടന്നത്. ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ KM മാണി സാറിന്റെ വീട്ടിൽ വെച്ച് പാർലമെന്ററി പാർട്ടി കൂടിക്കൊണ്ടായി. ആ പാർലമെന്ററി പാർട്ടിയിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ അദ്ദേഹത്തിന് പാർലമെന്റ് കോട്ടയം സീറ്റിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനു മുമ്പ് UDF-മായി എറണാകുളത്ത് വെച്ചുള്ള ചർച്ചയിൽ ഏകദേശം കോട്ടയവും കൂടാതെ ഇടുക്കിയും ചാലക്കുടി അടക്കം ഏതെങ്കിലും ഒരു സീറ്റ് കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 2 വട്ടം ചർച്ച നടത്തി UDF-മായി. അതിനുശേഷം UDF അവരുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കി പാർലമെന്റിൽ കോൺഗ്രസിന് ഏറ്റവും ചാണ്ടി, നമുക്കറിയാവുന്ന, നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് കടന്നു വന്ന ഘട്ടമാണത്. ചാണ്ടി, ഞാൻ ചോദിക്കുന്നത് ഏറ്റവും അവസാനത്തെ സാഹചര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ചർച്ച ചെയ്യാൻ മാണി ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി ചാഴികാടന്റെ സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞു. സാഹചര്യം പാലായിൽ വെച്ച് കൂടിയ പാർലമെന്ററി പാർട്ടി യോഗം, ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പി ജെ ജോസഫ് സാർ കോട്ടയം സീറ്റിൽ മത്സരിക്കാനുള്ള ആഗ്രഹം അദ്ദേഹം അറിയിക്കുകയും അത് ആ പാർലമെന്ററി പാർട്ടി യോഗം അംഗീകരിച്ചുകൊണ്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് പാർട്ടിയുടെ ബഹുമാന്യനായ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാറിനെ അധികാരപ്പെടുത്തുകയും ഞാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ CF തോമസ് സാർ പാർലമെന്ററി പാർട്ടിയിൽ നടന്ന ചർച്ചയും അതിനുശേഷം ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ പ്രകടിപ്പിച്ച
സ്ഥാനാർത്ഥിത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ചതിന് ശേഷം കെ എം മാണി സാറിന്റെ കയ്യിലേക്ക് മൈക്കെടുത്തു കൊടുത്തത് പി ജെ ജോസഫ് സാറാണ്. ബഹുമാനെ മാണി സാറ് പറഞ്ഞു അവസരം വെച്ചാൽ സംസാരിക്കാൻ. ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, എനിക്ക് പാർലമെന്റിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് കോട്ടയം സീറ്റിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുകൊണ്ട് മാണി സാറ്, ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ കെ എം മാണി സാറ് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ ഈ ആഗ്രഹം സാധിച്ചു തരണമെന്ന് വളരെ കാര്യമായി സംസാരിച്ചു. അത് കൈയടിച്ചാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുഴുവൻ ആളുകളും ജോസഫ് സാറിന്റെ ആ അഭ്യർത്ഥന മാനിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട കെ എം മാണി സാറ് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ജോസഫ് സാറിന്റെ കോട്ടയം പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പാർലമെന്ററി പാർട്ടിയിൽ വെച്ചു. പാർലമെന്ററി പാർട്ടി ആ തീരുമാനം അംഗീകരിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങാൻ വേണ്ടിയാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയത് എന്ന് തീരുമാനം പാർട്ടി ചെയർമാൻ പ്രഖ്യാപിക്കാൻ വേണ്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. ഈ യോഗത്തിൽ ജോസഫ് ചാഴികാടന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ പേര് ഒരാളും നിർദ്ദേശിച്ചിട്ടില്ല, ഒരു ചർച്ചയും നടന്നിട്ടില്ല. പാർലമെന്റ് പാർട്ടിയിലും ചർച്ച നടന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത്, അവിടെ കൂടിയവർ വിചാരിച്ചത്, ഈ കാര്യങ്ങളൊന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽപ്പെട്ടവരെയും ജില്ലയിലെ പ്രധാന ആൾക്കാരെയും ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള സമയമാണ്. 1-2 ദിവസം 2-3 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്. അവിടെ 99% ആളുകളുടെയും ധാരണ അത് തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാണി സാറിനെ ചുമതലപ്പെടുത്തിയത്? ഓക്കെ, ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടുവല്ലോ ശ്രീ വി സി ചാണ്ടി. അതിന് താങ്കൾ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അത് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതിനുശേഷം ഇത് തിരുത്തുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പി ജെ ജോസഫ് പറയുന്നു. രമ്യമായി ഇത് പരിഹരിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനകത്തൊരു ചർച്ചയുടെ സാധ്യതയും ഇനിയില്ല എന്നതാണ് മാണിയുടെ നിലപാട്. ചാഴികാടനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരിക്കൽ കൂടി അവതരിപ്പിച്ച് അദ്ദേഹത്തിന് അനുഗ്രഹാശംസകൾ നേരുകയാണ് മാണി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മുൻപിലുള്ള ബാക്കി വഴി എന്താണ്? അതിനെക്കുറിച്ചാണല്ലോ ആലോചന വേണ്ടത്. അല്ല, അതെ, പാർട്ടി ചെയർമാൻ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ഇന്ന് 5 മണിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ചാനലുകാരോട് പറഞ്ഞു, ഇപ്പോഴും ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. എടുത്ത തീരുമാനം നടപ്പാക്കണം. ജോസഫ് ചാഴികാടനെ സ്ഥാനാർത്ഥിയാക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ പാർലമെന്ററി പാർട്ടിയോ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, താങ്കളത് പറഞ്ഞു. അപ്പോൾ ജോസഫ് പറയുന്നത് ഈ തീരുമാനം തിരുത്തുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഉള്ളത് എന്ന്. അത്തരം സൂചനകളല്ല ശ്രീ വി സി ചാണ്ടി കിട്ടുന്നത് പാർട്ടിയിൽ നിന്ന്. അങ്ങനെ തീരുമാനം തിരുത്തിയില്ലെങ്കിൽ അതാണല്ലോ പറഞ്ഞ യു ഡി എഫിന്റെ നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പി ജെ ജോസഫ് സാറും കൂടെയുള്ളവരും എടുക്കുകയുള്ളൂ. ആ കാര്യത്തിൽ മാണിയുമായി പിന്നീട് സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന പ്രശ്നം അപ്പോഴും അവിടെ നിൽക്കും. UDF നിന്ന് പുറത്തു പോകണമെന്ന കാര്യത്തിലല്ലേ UDF തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മാണി നിങ്ങളോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചു എന്നാണ് നിങ്ങളുടെ ആക്ഷേപം. പിന്നെയും ഒരു സമവായത്തിന്റെ ഭാഗമായി ഒന്ന് അല്പം വഴങ്ങി നിന്ന് തുടരാൻ നിങ്ങൾ ഒരുപക്ഷെ UDF നേതൃത്വം നിർദ്ദേശിച്ചാൽ തയ്യാറാകുമോ?
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി പാർട്ടിയും സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം നടപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ആ തീരുമാനം അട്ടിമറിച്ചതാരാണ്? ആ തീരുമാനം അട്ടിമറിക്കാൻ കാരണം എന്താണ്? അത് വ്യക്തമാക്കണം. ഓക്കെ, അതാണ് നിങ്ങളുടെ ആവശ്യം. ജോർജ് പൊടിപാറ കോൺഗ്രസിന്റെ കോർട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത്. കാരണം അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടിപരമായ ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതകൾ അവസാനിച്ചു. മാണിയുടെ നിലപാടുടെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നു ജോർജ് പൊടിപാറ താങ്കൾ? ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം അനുരഞ്ജനത്തിൻ്റെ വാതിലുകൾ അല്ലെങ്കിൽ അനുനയത്തിൻ്റെ സാധ്യതകൾ അടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഏറ്റവും ഒടുവിൽ തോമസ് ചാഴികാടനെ ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്ന് അദ്ദേഹത്തെ പ്രചരണ രംഗത്തേക്ക് ആനയിക്കുമ്പോൾ അനുരഞ്ജനത്തിൻ്റെ അവസാന വാതിലുകളും അനുനയത്തിൻ്റെ എല്ലാ സാധ്യതകളും മാണി അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ പി ജെ ജോസഫിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചുകൊണ്ട് ഇന്നലെ രാത്രി തോമസ് ചാഴിക്കാടനെ മാണി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇനിയൊരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കോ ഈ തീരുമാനത്തിലൊരു മാറ്റത്തിനോ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് കെ.എം. മാണിയോ അല്ലെങ്കിൽ ജോസ് കെ മാണിയോ കരുതിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് നേതാക്കൾ ഓരോ വാക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ പറയുന്ന ഓരോ പ്രതികരണത്തോടൊപ്പവും അവർ പറയുന്നൊരു വാചകമുണ്ട്, ഇതാ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനുള്ള ആത്യന്തികമായ അവകാശം ആ പാർട്ടിക്കാണ്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം, ചെയർമാനും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയും പാർലമെൻ്ററി കമ്മിറ്റിയും അതൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിച്ച് എങ്ങനെ തീരുമാനമെടുത്തു എന്നതിനപ്പുറത്ത് പാർട്ടി ചെയർമാൻ തോമസ് ചാഴിക്കാടനാണ് കോട്ടയത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ഇന്ന് പ്രചരണ രംഗത്തേക്ക് അദ്ദേഹത്തിന് ആശംസകളുമായി അനയിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും? അല്ലെങ്കിൽ ഇനിയൊരു അനുരഞ്ജന ചർച്ചയ്ക്ക് എത്രത്തോളം സ്കോപ്പുണ്ട്? ജോസഫ് പറയുന്നത് ശരിയാണ്. കോൺഗ്രസിന് അനുഗ്രഹാശിസുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ലോക്സഭാ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതും ആ ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ചതും കോട്ടയം സീറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ സീറ്റിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതും ഒന്നും യാദൃച്ഛികമായിരിക്കില്ല. കോൺഗ്രസ് നേതാക്കളുടെ അനുഗ്രഹാശിസുകളും പിന്തുണയും ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്നതിലും തെറ്റ് പറയാൻ കഴിയില്ല. കോട്ടയം പോലൊരു സീറ്റിൽ കോൺഗ്രസും കേരള കോൺഗ്രസും പ്രത്യേകിച്ച് മാണി വിഭാഗവും ജോസ് കെ മാണിയും നേതൃത്വം നൽകുന്ന വിഭാഗവുമായി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉണ്ടായിരിക്കുന്ന ആ മാനസികമായ അകൽച്ച ഒരുപക്ഷെ കോട്ടയത്തെ സാധ്യതകളെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാൽ എന്നുള്ളൊരാശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകാം. അങ്ങനെ ഒരു ആശങ്ക ഇല്ലാതെ തന്നെ UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാനും അതുവഴി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ആ മഹാഭൂരിപക്ഷത്തോടെ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി വിജയിപ്പിക്കാനുമുള്ളൊരു സാധ്യത ഒരുപക്ഷെ പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഉണ്ടാകും. അതല്ലേ ഏറ്റവും അഭികാമ്യമായൊരവസ്ഥയെന്ന് കോൺഗ്രസ് നേതൃത്വം ചിന്തിച്ചെങ്കിൽ അതിന് കുറ്റം പറയാനും കഴിയില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവരുടെയും കൈവിട്ടു പോയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തന്ത്രവും പി ജെ ജോസഫിൻ്റെ അടവുകളും എല്ലാം കെ.എം. മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ കുശാഗ്ര ബുദ്ധിയുള്ള ജോസഫും അതുപോലെ തന്നെ പല നേതാക്കളും മനസ്സിൽ കാണുന്നത് മാനത്ത് കാണാൻ കഴിവുള്ള അനുഭവസമ്പന്നനായ കെ.എം. മാണി വളരെ തന്ത്രപൂർവ്വം പാർലമെന്ററി പാർട്ടിയിൽ അതാണ് മാണിയുടെ നീക്കത്തിന് മുമ്പിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസും ജോസഫ് വിഭാഗവും വന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇനി അവരുടെ മുമ്പിലുള്ള തുടർവഴികൾ എന്താണ് എന്നത് പ്രധാനമാണ്. അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് വേഗം. ശ്രീ ആന്റണി രാജു, ജോസഫ് വിഭാഗം ഇപ്പോൾ എടുക്കുന്ന നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ കാണാൻ കഴിയുന്നത് അവർക്ക് മാണിയിൽ നിന്ന് സഹകരിച്ചു പോകുന്നത് വിട്ടുവരിക എന്നതാണ്. പിന്നെ എവിടെ നിൽക്കുമെന്ന പ്രതലമാണ് പ്രധാനം. കോൺഗ്രസിന് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാലും മാണിയുടെ എതിർപ്പ് വളരെ പ്രശ്നമായിരിക്കും. ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ പിളർത്തി രണ്ടാക്കി അതിനകത്ത് നിലനിർത്തുക എന്നതിനോട് മാണിക്ക് വിയോജിപ്പ് കാണും. മാണിയുടെ കാർക്കശ്യ സ്വഭാവത്തിന് മുൻപിൽ പലപ്പോഴായും വിധേയപ്പെട്ട സമീപനമാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് കെട്ടുറപ്പിന് വേണ്ടി എന്ന പേരിൽ. നമുക്കത് കാണാമല്ലോ. പിന്നെയുള്ള ജോസഫിൻ്റെ മുൻപിലുള്ള വഴികളിലൊന്ന് പുറത്തേക്കിറങ്ങി വരിക എന്നതാണ്. പുറത്തേക്കിറങ്ങി വന്നാൽ ഈസിയായി ചുവടുമാറി അടുത്ത മുന്നണിയിൽ എത്താൻ കഴിയുമെന്ന സാധ്യത ജോസഫിൻ്റെ മുൻപിലുണ്ടോ? തീർച്ചയായിട്ടും പി ജോസഫ് സാർ ഇപ്പോൾ UDF-ലാണ് നിൽക്കുന്നത്, മാണി ഗ്രൂപ്പിലാണ് നിൽക്കുന്നത്. ഏതാണ്ട് മാണി ഗ്രൂപ്പിൽ നിന്ന് ഏതാണ്ട് പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ രണ്ട് വഴിക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ഒത്തുതീർപ്പ് സാധ്യത തീരെ ഇല്ല, അടഞ്ഞൊരു അധ്യായമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പി ജോസഫ് സാർ പോലും മാണിയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ
കോൺഗ്രസുമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞത് തന്നെ പ്രത്യേക ഘടകകക്ഷിയാകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മാണി ഗ്രൂപ്പ് അതിനൊരു കാരണവശാൽ വഴങ്ങുകയില്ല. അങ്ങനെ വരുമ്പോൾ പി ജോസഫ് സാറിൻ്റെ മുമ്പിലുള്ള ഏക മാർഗമെന്ന് പറയുന്നത് മാണി ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന് UDFിൽ നിന്ന് പുറത്തു വന്ന് ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ഉള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അത്തരം ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അദ്ദേഹം അനാഥമാകില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിലനിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയും, അതിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് പി ജോസഫ് സാറ് 2 ആഴ്ച മുമ്പ് പരസ്യമായി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ ഞങ്ങളത് സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇന്ന് നേരിട്ടിരിക്കുന്ന അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മോചിതനാകാൻ രാഷ്ട്രീയമായി അദ്ദേഹം അപമാനം സഹിച്ചിങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അപമാനം സഹിച്ച് മാണിയോട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ചതിക്കൊരു മറുപടി കൊടുക്കാനുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ അദ്ദേഹം തീരുമാനമെടുത്താൽ ഞങ്ങൾ ആ നിലപാടിനെ സ്വാഗതം ചെയ്യും. ശ്രീ ജോസഫ് വാഴക്കൻ, PJ ജോസഫിനാണോ ഈ കാര്യത്തിൽ മയപ്പെട്ട് നിൽക്കേണ്ടി വരിക? ഏറ്റവും അവസാനം ഒരു തീർപ്പുണ്ടാക്കണമല്ലോ ഈ കാര്യത്തിൽ. ആ തീർപ്പ് ജോസഫ് കോംപ്രമൈസ് ചെയ്യുക എന്നതിലൂടെ ആയിരിക്കുമോ ഉണ്ടാവുക? ഈ ആന്റണി രാജു എഴുതാപ്പുറം വായിക്കുക. ഇടതുമുന്നണിക്കകത്ത് 4 കേരള കോൺഗ്രസ് ഉണ്ട്. 4 എണ്ണം അനാഥമായിട്ട് വഴിയാ നടക്കുക. ഒരാൾക്ക് ഒരു ലോക്സഭയെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ പോലുള്ള അനുമതി കൊടുത്തിട്ടില്ല. ആ ഇടതുമുന്നണിയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി CPI കൂടെ സീറ്റ് വിഭജിച്ച് ഇവർ 4 പേരും ഇവർ 4 കൂട്ടരും കാഴ്ചക്കാരായിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവരാണ് വിളിക്കുന്നത് PJ ജോസഫിനെ പോലെ ഈ കേരളത്തിലെ ഉന്നതനായ ഒരു നേതാവിനെ ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക്. അതിൽ പരം പിന്നെ അവർക്ക് രാഷ്ട്രീയം നിർത്തിപ്പോവില്ല നല്ലത്. അവരെ സംബന്ധിച്ച് പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ട് കോൺഗ്രസ് എന്തോ ചതിച്ചു, കോൺഗ്രസ് എന്തോ വാക്ക് കൊടുത്തു, കോൺഗ്രസ് എന്തോ പ്രോത്സാഹിപ്പിച്ചു, അങ്ങനെയൊന്നുമില്ല. കേരള കോൺഗ്രസിനകത്തുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമാണ്. കോൺഗ്രസിന് അതിനകത്ത് ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിൽ കോൺഗ്രസ് ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ കുറച്ച് വഷളായിട്ടുണ്ട്. ആ പാർട്ടി തന്നെ അത് പരിഹരിക്കുമോ എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇല്ല എങ്കിൽ UDF കോൺഗ്രസ് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടും. അല്ല, ശ്രീ ജോസഫ് വാഴക്കൻ, ആ പാർട്ടി പരിഹരിക്കുമെന്ന് വിചാരിക്കുന്നതിൽ സത്യത്തിൽ ഇനി കഥയൊന്നുമില്ല. താങ്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ശ്രീ ജോസഫ് വാഴക്കൻ. ആ പാർട്ടി അത് പരിഹരിക്കാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നത് മാണിയും മകനും ചർച്ചയ്ക്കില്ല എന്ന് വ്യക്തമാക്കി ചാഴികാടിന് അനുഗ്രഹാശിസുകൾ ചൊരിയുകയാണ്. പിന്നെ ചെയ്യാനുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളിപ്പോൾ നാളെ ജോസഫുമായി കൂടിക്കാഴ്ച നടത്തുന്നുമുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. അതിന് മുൻപ് അതിനകത്ത് ആഭ്യന്തരമായി ഒന്നും നടക്കാനില്ല. ഞാൻ ചോദിക്കുന്നത് ജോസഫിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്നാണ്. അതോ ജോസഫിന്റെ ആത്മാഭിമാനവും അദ്ദേഹത്തിന്റെ ക്ലെയിമും നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ അയാളെ സഹായിക്കുമോ? ഞങ്ങൾ മുന്നണിയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ്. ഒന്നാകെയുള്ള കേരള കോൺഗ്രസിനെയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ആ കേരള കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, 2 അഭിപ്രായമുണ്ട്, അത് ഭിന്നതയുണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. ജോസഫുമായിട്ട് സംസാരിക്കാം, പിന്നീട് മാണിയായിട്ട് സംസാരിക്കും. അതിനെന്താണ് മാർഗമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കും. ഏത് പ്രശ്നങ്ങൾക്കും ഒരു മാർഗമുണ്ടല്ലോ അത് പരിഹരിക്കാനുള്ള. ഈ കാര്യത്തിൽ ജോസഫിന് ന്യായമായും ആ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ നന്നായേനെ. അങ്ങനെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കാമായിരുന്നു ആ പാർട്ടിക്ക്. ജോസഫിനൊരു ആവശ്യം പറഞ്ഞു. അദ്ദേഹം ഏറ്റവും സീനിയർ മോസ്റ്റായ നേതാവാണ്. അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കുക എന്നത് വഴി അത് പരിഹരിക്കാമായിരുന്നു. അതായിരുന്നു കൂടുതൽ ഉചിതമാവുക എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ട്. എന്ന് ഞങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റുമോ? ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ കയറിയ അഭിപ്രായം പറയാമോ ഇന്ന ആൾക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പാർട്ടിക്കകത്ത് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നം അത് മുന്നണിയിലെ ഒരു പ്രബലമായ പാർട്ടിക്കകത്ത് ഉണ്ടായാൽ അതിനകത്ത് മറ്റ് ഘടകകക്ഷികൾ, ഈ കോൺഗ്രസ്, അത് പ്രശ്നം പരിഹരിക്കാനുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കും. അതിനെക്കുറിച്ച് 2 കൂട്ടരുമായിട്ട് ആലോചിക്കും, ചർച്ച ചെയ്യും, എന്താണ് മാർഗമെന്ന് ആരായും എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ KJ ദേവസ്യ, ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളോടൊപ്പം തുടരാൻ കഴിയില്ല. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ പറയുന്നു. അങ്ങേയറ്റം വഞ്ചനാപരമായ തീരുമാനമെടുത്തു. പാർലമെൻറ്റ് കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഒക്കെ എടുത്ത തീരുമാനം ഏതോ ഒരു രാത്രിയിൽ നിഗൂഢമാം വിധം അട്ടിമറിക്കപ്പെട്ടുവെന്ന്. വലിയ വഞ്ചനയാണല്ലോ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫീൽ ചെയ്യുന്നവരെ നിങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യണ്ടേ? വേണ്ട, അവർ പൊക്കോട്ടെ എന്ന നിലയാണോ അത്ര രോഷം അമർഷവും ഉണ്ടെങ്കിൽ? ഒരു വഞ്ചനയും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ചെയർമാനെ ചുമതലപ്പെടുത്തി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നിലവിലുള്ള 6 MLA മത്സരിക്കേണ്ടായിരുന്നു തീരുമാനിച്ചു. 6 MLA ഇവരെല്ലാം ഉൾപ്പെടുന്നതാണല്ലോ. ഒരു വഞ്ചനയുടെയും പ്രശ്നം ഉണ്ടായിട്ടില്ല. തികച്ചും ജനാധിപത്യപരമായി സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാരിൽ നിന്നും അഭിപ്രായം ശേഖരിച്ച്
ഞാൻ ആവർത്തിച്ച് പിന്നെയും പറയേണ്ട കാര്യമില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാവരോടും, അതായത് പാർട്ടിയുടെ ഭാരവാഹികളായ മുഴുവൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവരോട് അല്ല, വി സി ചാണ്ടി നേരത്തെ പറഞ്ഞത് ഇവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചപ്പോൾ ചെയർമാൻ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞ് സ്റ്റിയറിംഗ് കമ്മിറ്റി വിട്ടുവെന്നാണ്. അല്ലാതെ ആര് മത്സരിക്കണം, ആര് മത്സരിക്കേണ്ടത് പോലെയുള്ള സ്പെസിഫിക് ആയ തീരുമാനങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി എടുത്തില്ല എന്നാണ്. അല്ല, ഇവിടെ പി ജെ ജോസഫ് തൊടുപുഴ MLA ആണ്. അദ്ദേഹം വീണ്ടും ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വളരെ വ്യക്തമായി സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ആളുകൾക്കറിയാം. 6 MLA-മാരിൽ പി ജെ ജോസഫും ഉൾപ്പെടും. പി ജെ ജോസഫ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നേതാവ് തന്നെയായാലും തർക്കമില്ല, ഇപ്പോഴും ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹം അങ്ങനെ പാർട്ടി വിട്ടുപോവുകയോ അവസരങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ്, താങ്കൾ പറഞ്ഞു പാർട്ടിയുടെ ഒരു ബോഡിയിൽ എടുത്തിട്ടുള്ള തീരുമാനം, പാർട്ടിയുടെ ബോഡിയിൽ വളരെ ഡെമോക്രാറ്റിക് ആയി എടുത്ത ഒരു തീരുമാനത്തോട് ജോസഫ് പിന്നെയും ഇടഞ്ഞു നിൽക്കുന്നത് എന്തിനാണ് CKJ ദേവസ്യ? അത് ജോസഫിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. പി ജെ ജോസഫ് പാർട്ടി കോറത്തിൽ പറയുന്നതിന് മുമ്പാണ് മാധ്യമങ്ങളോടും അതുപോലെ പല പല ആളുകളോടും ഞാൻ സ്ഥാനാർത്ഥിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു നടന്നത്. അത് ചുമതലാബോധമുള്ള ഒരു വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം എടുത്ത നിലപാട് ശരിയല്ല. ഒരു പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ആ പാർട്ടിയുടെ രീതി അനുസരിച്ച് ഇവിടെ കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും എല്ലാവരും ചെയ്തല്ലോ. ആ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത ശേഷമാണ് എനിക്ക് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാണോ എന്ന് പറയുന്നത്. അമർഷവും അദ്ദേഹത്തോടുണ്ടെന്നാണ്. വി സി ചാണ്ടി നിങ്ങൾ ഇപ്പോഴും പരിഹാരത്തെക്കുറിച്ച് സമവായത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. പക്ഷേ ആ കാര്യത്തിൽ അഡമൻ്റായ വളരെ ദൃഢ സ്വഭാവമുള്ള നിലപാടാണ് മാണി വിഭാഗത്തിനുള്ളത് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വരാൻ പോകുന്നില്ല. വരുമെന്ന് നിങ്ങൾക്ക് പറയാം, പൊതുവേദിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിമിതമായിരിക്കും പറയാൻ കഴിയുന്ന വാചകങ്ങളുടെ ഘടന. ഇനി പരിഹരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ ആ പാർട്ടി വിടുമോ നിങ്ങൾ, വി സി ചാണ്ടി? ഞങ്ങൾ UDF-ൽ ഏതാണ്ട് 9 വർഷക്കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പി ജെ ജോസഫിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സത്യസന്ധതയെക്കുറിച്ചും ആത്മാർത്ഥതയെക്കുറിച്ചും പറയാൻ KJ ദേവസ്യ ആളായിട്ടില്ല. ഞങ്ങള് പി ജെ ജോസഫിന്റെ കൂടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്തുകൊണ്ട് ജനസേവനം നടത്തുന്ന ഒരു പാർട്ടിയാണ്. 20 വർഷക്കാലം 90 മുതൽ 2010 വരെ LDF-ൽ പ്രവർത്തിച്ചതാണ്. ഞാൻ ഏതാണ്ട് 17 കൊല്ലക്കാലം ജോസഫ് ഗ്രൂപ്പിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായിരുന്നു. സാധാരണഗതിയിൽ ഒരു പാർട്ടി മുന്നണി വിട്ടാൽ CPM-ഉം അതുപോലെ തന്നെ പ്രത്യേകിച്ച് CPM അവരെപ്പറ്റി വളരെ മോശമായി ആ പാർട്ടിയെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ മുന്നണി വിട്ടു. ഏതെങ്കിലും CPM-ന്റെ ഒരു നേതാവ് ഉന്നത നേതാക്കളായ സഖാവ് പിണറായി വിജയനോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ അടക്കം ഒരാളും ഓക്കെ, ആ നിലയ്ക്ക് നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ നല്ല വിശ്വാസതയുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. തർക്കമൊന്നുമില്ല വി സി ചാണ്ടി, തർക്കമൊന്നുമില്ല. പി ജെ ജോസഫ് കേരളത്തിലെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വളരെ എന്താ പറയുക ആരാധ്യ ഈ പറയുന്ന ബഹുമാനം അർഹിക്കുന്ന നേതാവ് തന്നെ. ഞാൻ ചോദിക്കുന്നത് അത്രയൊക്കെ ഈ നിലപാട് സ്വീകരിച്ചിട്ടും ഇപ്പോൾ ഈ ഇരിക്കുന്ന ആന്റണി രാജുവും മറ്റും കലഹിച്ചിറങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ പോലും മാണിയുടെ വാക്കുകൾ കേട്ട് അതിനകത്ത് നിൽക്കുക എന്ന അച്ചടക്ക സമീപനം സ്വീകരിച്ച ആളാണല്ലോ ജോസഫ്. ആ ജോസഫ് ഇപ്പോൾ അച്ചടക്ക ലംഘനം നടത്തിയെന്നാണ് CKJ ദേവസ്യ ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിങ്ങളോട് സമരസപ്പെടാനില്ല, നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കാനില്ല എന്ന് ആ പാർട്ടി അവസാന മണിക്കൂറിലും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പാർട്ടി വിടുമോ അങ്ങനെയെങ്കിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല വീണ്ടും തുടരുമോ? ഏതെങ്കിലും ഒരു സമവായ നിർദ്ദേശത്തിൻ്റെ ഒരു മധ്യസ്ഥൻ്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വഴങ്ങിപ്പോകാമെന്ന് തീരുമാനിക്കുമോ? ഈ നിലപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തോ ദുരൂഹത, നിഗൂഢത ഈ തീരുമാനത്തിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം.
CPM-ന്റെ സ്ഥാനാർത്ഥിയായി പലരുടെ പേര് വന്നു കോട്ടയത്ത്. അവസാനം ആരാ സ്ഥാനാർത്ഥിയായത്? കോട്ടയം ജില്ലാ സെക്രട്ടറി വാസവൻ. ഒരു സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് LDF-ലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം വൈസ് ചെയർമാൻ ജോസ് കെ മാണിക്ക് കൂടെയുള്ളവർക്കും ഉണ്ടായപ്പോൾ അതിന് തടസ്സം നിന്നതാരാ? അന്ന് ആന്റണി എന്റെ സുഹൃത്ത്, ഞങ്ങൾ വളരെ കാലം ജില്ലാ പ്രസിഡന്റുമാരായിട്ട് ഇരുന്നിട്ടുണ്ട്, വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട്. അല്ല, ഇതൊക്കെ നിങ്ങളുടെ പാർട്ടിക്കകത്തെ ആഭ്യന്തര കാര്യങ്ങളിലെ VC ചാണ്ടി ആഭ്യന്തര കാര്യങ്ങളാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ദുരൂഹത മാറ്റണം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനേ കഴിയൂ. VC ചാണ്ടി, ദുരൂഹത മാറ്റണം, വേറെ താല്പര്യമുണ്ട്, വാസവനെ ജയിപ്പിക്കാൻ, അല്ലെങ്കിൽ മാണിയുടെ മകനും മരുമകളും എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, പറഞ്ഞവിടെ ഇരിക്കാം. അതൊന്നും കേൾക്കാനോ ആ വിഷയത്തിൽ മറുപടി തരാനോ പരിഹാരമുണ്ടാക്കാനോ മാണി ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ആരോടാണ് ഈ ദുരൂഹത നീക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? ആരോടാണ് നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഒന്നും ഇവിടെ ചർച്ച ചെയ്യാനില്ല എന്ന് മാണി പറഞ്ഞു കഴിഞ്ഞു. അല്ല, ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? ബാർക്കോഴ കേസും സരിത കേസും രണ്ടും അങ്ങനെ നിൽക്കുകയാണ്, പെൻഡിങ്ങിൽ. ഇടതുപക്ഷ മുന്നണിയുടെ അടുത്ത് നിൽക്കുകയാണ്. അവരെ CPM-ന്റെ സെക്രട്ടറി അടക്കം അവരുടെ നേതാക്കൾ വിളിച്ച് അകത്ത് പോണോ പുറത്ത് നിൽക്കുന്നോ, ഞങ്ങളുടെ കൂടെ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നോ? CPM-ലേക്കുള്ള പാലമാരായിരുന്നു ജോസ് കെ മാണി. വാസവൻ എന്ന് പറയുന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുഖേനയാണ്. ഓക്കെ, അപ്പൊ അതിനുള്ള പ്രത്യുപകാരമായി ഇപ്പോൾ ജയിക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് താങ്കളുടെ വാദം. സമയപ്രശ്നം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നത്. താങ്കൾ ദയവായി ക്ഷമിക്കുക. ഞാൻ വേഗം മടങ്ങി വരാം, ഒരു ഇടവേള കൂടി, വേഗം മടങ്ങി വരാം. ജോർജ് പൊടിപാറ, ഈ പാർട്ടി ഒരിക്കൽ കൂടി പിളർന്നു എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ ഈ മൊമെന്റിൽ? നോക്കൂ, രണ്ടുപേരും വളരെ അഡമന്റായ സമീപനം സ്വീകരിക്കുന്നവരാണ്. ജോസഫ് പലപ്പോഴും വളരെ ഒരു സമവായത്തിൻ്റെ സ്വഭാവത്തിൽ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുണ്ട്. പലപ്പോഴായി റിഫ്റ്റ് ഉണ്ടായപ്പോഴെല്ലാം. ഇത്തവണ അദ്ദേഹം പക്ഷേ കർശനമായ സ്വഭാവത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചു കണ്ടത്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് ഇത് പിളരാൻ പോവുകയാണ്, അതിൻ്റെ സാങ്കേതികത മാത്രമേ ബാക്കിയുള്ളൂ, ഇത് പിളർന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നാണോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നു ഇനി ഒരു പിളർപ്പ് ഈ പാർട്ടിയിൽ ഒഴിവാകണമെങ്കിൽ ഒരു അത്ഭുതം തന്നെ സംഭവിക്കണം. ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സം മിറക്കിൾ ഷുഡ് ഹാപ്പൻ. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പിളരാതിരിക്കാൻ കഴിയില്ല. കാരണം ജോസഫിൻ്റെ നിലപാടും ശ്രീ കെ.എം. മാണിയുടെ നിലപാടും അത്രമേൽ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വളരെ അഡമൻ്റാണ്. പിളർന്നാലും പ്രശ്നമില്ല, പുകഞ്ഞ കൊള്ളികൾ പുറത്ത് പൊയ്ക്കോട്ടെ, അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കുകളൊന്നും വേണ്ട, അവരില്ലെങ്കിലും ഈ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയാതെ പറയുകയാണ് ശ്രീ കെ.എം. മാണി. ഒന്ന് ആലോചിച്ച് നോക്കണം. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ് ശ്രീ P.J. ജോസഫ്. ചെറിയ ആളൊന്നുമല്ല. ഒരു തലത്തിൽ പറഞ്ഞാൽ ചെയർമാനും തത്തുല്യമായ, സാങ്കേതികമായി രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കാമെങ്കിലും ഏതാണ്ട് തത്തുല്യനായ നേതാവ്. രണ്ട് ഗ്രൂപ്പുകൾ ലയിച്ചു. ആ രണ്ട് ഗ്രൂപ്പിൻ്റെ നേതാവ്, ഒരു നേതാവ് ചെയർമാനാകുന്നു, മറ്റേ ഗ്രൂപ്പിൻ്റെ നേതാവ് വർക്കിംഗ് ചെയർമാനാകുന്നു. ആ വർക്കിംഗ് ചെയർമാനായ ശ്രീ P.J. ജോസഫാണ് എനിക്ക് പാർലമെൻറ്റിലേക്ക്, ഈ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നത്. ആ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിനെ പാടെ അവഗണിച്ചു. ഒടുവിൽ പലതരത്തിലുള്ള സമ്മർദ്ദം പല ഭാഗത്തുനിന്നുണ്ടായി. UDF-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരള കോൺഗ്രസിൻ്റെ ഗോഡ് ഫാദേഴ്സായിട്ട് പലപ്പോഴും നിൽക്കുന്ന, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ശക്തിയായി നിൽക്കുന്ന സഭാ മേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ചില അനുരഞ്ജനത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർലമെൻ്ററി പാർട്ടി ചേർന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ യോഗം ചേർന്നപ്പോൾ P.J. ജോസഫ് വീണ്ടും തൻ്റെ മത്സരിക്കാനുള്ള ആഗ്രഹം അറിയിക്കുന്നു. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നമുക്ക് മനസ്സിലായിടത്തോളം P.J. ജോസഫിൻ്റെ പേരല്ലാതെ മറ്റൊരു പേരും അവിടെ ഉയർന്നിട്ടില്ല. P.J. ജോസഫ് മത്സരിക്കേണ്ട എന്നൊരു അഭിപ്രായവും അവിടെ ഉണ്ടായതായിട്ട് പറയുന്നില്ല. മറിച്ച് മറ്റുള്ളവരെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള സമയമെടുത്തുകൊണ്ട് ചെയർമാൻ ശ്രീ P.J. ജോസഫിൻ്റെ പേര് പ്രഖ്യാപിക്കും എന്നുള്ളൊരു ധാരണയാണ് ആ യോഗം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും എല്ലാം ഉണ്ടായത്. P.J. ജോസഫിൻ്റെ ശരീരഭാഷയും ഒപ്പം തന്നെ ആ യോഗത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ ശരീരഭാഷയും അങ്ങനെ ഒരു പ്രതീതിയാണ് ജനിപ്പിച്ചത്. പക്ഷേ പിന്നീടുണ്ടായത് ശ്രീ മാണിക്ക് മാത്രം കഴിയുന്ന വലിയ ഒരു കൗശലം, അല്ലെങ്കിൽ വലിയ ഒരു നിഗൂഢതയാണ്. അവിടെ കഴിയാതിരുന്നത് തന്ത്രപൂർവ്വം കോട്ടയം ജില്ലയിലെ പാർട്ടി ഘടകങ്ങളെ ഉപയോഗിച്ച്, പാർട്ടി ജില്ലാ പ്രസിഡന്റിനെയും നിയോജക മണ്ഡലം കമ്മിറ്റികളെയും ഒക്കെ ഉപയോഗിച്ച് മാണി വളരെ സമർത്ഥമായിട്ട്
ശ്രീ കെ.എം. മാണിയാണോ ജോസ് കെ മാണിയാണോ അക്കാര്യത്തിൽ ഏറ്റവും മുമ്പനെന്ന് പറയാൻ ഞാൻ ആളല്ല. ഏതായാലും വളരെ സമർത്ഥമായിട്ട് പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച്, പാർട്ടി മെഷീനറി ഉപയോഗിച്ച്, കോട്ടയം ജില്ലയിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് സാധിച്ചെടുത്തു എന്നതാണ് സത്യം. ഇത്തരൊരു സാഹചര്യത്തിൽ ഇനി പി ജെ ജോസഫ് എന്ന് പറയുന്ന പാർട്ടിയിലെ രണ്ടാമന്, പി ജെ ജോസഫ് എന്ന് പറയുന്ന പ്രമുഖനായ, രാഷ്ട്രീയ കേരളം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന നേതാവിന് ഇനി എങ്ങനെ ഈ പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയും? അതാണ്, ഇനി എങ്ങനെ ആ പാർട്ടിയിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു ചോദ്യം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ അത്ഭുതവഹമായ ഒരു ഫോർമുല ഉണ്ടായി വരണം, പ്രതീക്ഷിക്കാത്ത ഒന്ന്. അതെന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. നാളെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയുമുണ്ട്. സമയപ്രശ്നം കൂടി ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ ആന്റണി രാജു, ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരാൻ കഴിഞ്ഞില്ല, ഖേദമുണ്ട്. നന്ദി ശ്രീ ജോർജ് പൊടിപാറ, ശ്രീ കെ ജെ ദേവസ്യ, ശ്രീ വി സി ചാണ്ടി, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ആന്റണി രാജു. ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന് ഇടവേള സ്പെഷ്യൽ എഡിഷൻ.